ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളെ ഇത് ഭയങ്കര ഭീകരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മളെ തൊട്ടടുത്തുള്ള കടപ്പുറം, അതായത് പെരിയമ്പലം എന്ന് പറയും, അവിടെ നമ്മൾ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോഴുള്ള കാഴ്ചയാണ് കാണുന്നത്. കാരണം ഒരു സൈഡിൽ കരിങ്കല്ലുകൊണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പുറത്തെ ഒരു സൈഡിൽ ഒന്നും സെറ്റ് ചെയ്തില്ല. ഫുള്ള് റോഡാണ് നിങ്ങൾക്ക് കാണുന്നത്. ഈ റോഡ് കംപ്ലീറ്റ് പോയി കേട്ടോ. അവിടെ കരിങ്കല്ലുകൊണ്ട് സെറ്റ് ചെയ്തിട്ട് വരികയായിരുന്നു. ഒരു ബീച്ച് എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് സെറ്റപ്പിന്. പക്ഷെ അത് കുഴപ്പമില്ലാതെ അവിടെ നിന്നും. മറ്റുള്ള റോഡുകൾ കംപ്ലീറ്റ് എടുത്തുകൊണ്ട് പോയിട്ടോ കടൽ. അപ്പോൾ ഭയങ്കര ഭീകരമായ ഇതായിരുന്നു. കാരണം 2-3 ദിവസത്തെ നല്ല മഴ ആയതുകൊണ്ട് ഒരു രക്ഷയില്ല. നല്ല ഇതാണല്ലോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പങ്കുവെക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല വെള്ളം കയറിയ ഭാഗങ്ങൾ വരുമല്ലോ. ഓക്കെ, നല്ല വെള്ളം കയറിയ ഭാഗങ്ങളിലൂടെ മാക്സിമം ഒഴുക്കുണ്ടെങ്കിൽ വണ്ടി, കാറോ ബൈക്കോ ഓടിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്കത് നഷ്ടപ്പെടും. നിങ്ങളൊരു ക്രൈസിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ആൾക്കാരെ കാണിക്കാനോ അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തോടു കൂടി നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ശരിക്കും വെള്ളത്തിൽ വണ്ടി ഒഴുക്കിൻ്റെ ശക്തം മൂലം എന്ത് ചെയ്യില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഓഫ് റോഡിൽ പോകുമ്പോൾ എന്നതുപോലെയല്ല, നമ്മൾ വെള്ളത്തിൽ പോകുക, വണ്ടി കൊണ്ടുപോകും ഒഴുക്കിൽ. അപ്പോൾ അങ്ങനെ എത്ര നമ്മൾ വീഡിയോകൾ പലതരത്തിലും കണ്ടുള്ളതാണ്. അപ്പോൾ മാക്സിമം ആൾക്കാർ ശ്രദ്ധിക്കുക. ഓരോ ജീവനും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ബീച്ചിൻ്റെ കാര്യമാണ് കാണിക്കുന്നത്. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് കല്ല് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അല്ലെങ്കിൽ ഈ ഭാഗമൊക്കെ ഇപ്പം ഞാൻ ഈ കാണിച്ചു തരുന്ന ഭാഗമൊക്കെ കടലെടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. പക്ഷെ അവിടെ അവരങ്ങനെ സെറ്റ് ചെയ്തു, കുറച്ച് സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് വേറെ. അപ്പോൾ അവിടെ ഒന്നും വലിയ ഇഷ്യൂസ് വരുന്നില്ല. പക്ഷെ നല്ല ഒരു തീരുമാനമാണ്. ഇവിടെ ഒരു ബ്രിഡ്ജാണ്, കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കൊരു ടെസ്റ്റിംഗ് എന്നുള്ള ലെവലിൽ കരിങ്കല്ല് ഇട്ട് നോക്കുമ്പോൾ സക്സസ് ആണെന്ന് പറയാം. എത്രത്തോളം ആവും എന്നും നമുക്ക് പ്രതീക്ഷയില്ല. എന്നിരുന്നാലും ഇപ്പോൾ കണ്ടോ, ഇവിടെ നമ്മൾ ഈ ബീച്ചിൻ്റെ അടുത്ത് കച്ചവടക്കാരുടെ സ്ഥലങ്ങളാണ് ഇതൊക്കെ ഈ കാണുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ഐസ് ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് എന്താ പറയുക, കടലെടുത്തുകൊണ്ട് പോയി. ഒന്നും പറയല. ഇതൊന്നും അല്ലായിരുന്നു ഉത്തരവാദിത്വം ഉണ്ടാകുന്നില്ല. വല്ലാത്ത ദുഃഖമാണ്. കാരണം അത്യാവശ്യം കടലെടുത്തു പോയി. ഓരോ വർഷം വരുമ്പോഴും കടലുകൾക്ക് വരുന്നുണ്ട്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക.